കഥ കേൾക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമല്ലേ? കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ല. കാരണം നമ്മൾ കൊച്ചുനാൾ മുതൽ ഈ അമ്മ, നമ്മുടെ മുത്തശ്ശിയൊക്കെ നമ്മളെ മുത്തശ്ശി കഥ പറയും. അമ്മ ചോറ് തരുമ്പോൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് നമുക്ക് ചോറ് തരും. അതൊക്കെ നമുക്ക് ബാല്യകാലം മുതലുള്ള ഒരു ഓർമ്മകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കഥ എനിക്കിവിടെ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ആ കഥയൊന്ന് പറയാം. ഇതൊരു തേനീച്ചയുടെ കഥയാണ്. സ്വതന്ത്രമായി പാറിപ്പറന്ന് പൂക്കളിൽ നിന്ന് പൂമ്പൊടി ശേഖരിക്കുന്ന ഒരു തേനീച്ച ഒരു 8 കാലിയുടെ വലയിൽ കുടുങ്ങി. ഈ വല കുലുങ്ങിയപ്പോൾ ചിലന്തി ഓടി ഈ തേനീച്ചയുടെ അടുക്കൽ പാഞ്ഞെത്തി. രക്ഷപ്പെടാൻ വേണ്ടി വെപ്രാളം കൊള്ളുന്ന തേനീച്ചയോടൊന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു. തേനീച്ചകളായ നിങ്ങൾ പമ്പര വിഡ്ഢികളാണ്. നിങ്ങൾ എപ്പോഴും കൂടുവിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്. ഒരു പൂവിൽ നിന്നും മറ്റൊന്നിലേക്ക് നിങ്ങൾ പൂമ്പൊടി ശേഖരിക്കുന്ന തീവ്ര ശ്രമത്തിലാണ്. വിശ്രമമില്ലാതെ നിങ്ങൾ പൂമ്പൊടി ശേഖരിച്ച് നിങ്ങളുടെ അറകളിലാക്കിയത് മധുരം കിനിയുന്ന തേനാക്കി മാറ്റുന്ന നിങ്ങൾ തിരക്കിട്ട ജോലിയിലാണ് എപ്പോഴും. അവസാനം മനുഷ്യർ നിങ്ങളുടെ തേൻ മോഷ്ടിച്ചു കൊണ്ടുപോയി അവരുടെ തീന്മേശയിലാക്കി. നിങ്ങൾക്ക് വിശ്രമം എന്താണെന്നോ അതുപോലെ തന്നെ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നോ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ കഠിനാധ്വാനമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചിലന്തികളായ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ കൂട് വിട്ട് പുറത്തു പോകാറില്ല. ഈ ബാഹ്യലോകത്ത് പോയി കഷ്ടപ്പെടേണ്ട ഒരു ഗതികേടും ഞങ്ങൾക്കില്ല. തന്നെയുമല്ല, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തണമെന്ന മൗഢ്യമോഹം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്ത് ജീവിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നെത്തുന്നു. അങ്ങനെ യാതൊരു അധ്വാനവും കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ പാറിപ്പറന്ന് ഇങ്ങനെ നടക്കുന്നവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് വീഴുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അലസമായി ഇങ്ങനെ സുഖമായി ജീവിക്കാൻ കഴിയുന്നു. ഞങ്ങളുടെ ചിലന്തി ലോകത്തിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊരു ലോകമില്ല. ഞങ്ങളത് മോഹിക്കുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കേട്ട തേനീച്ച 8 കാലിയോടൊരു മറുപടി പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനം, ആ പശ, കെണിയൊരുക്കാൻ നിങ്ങൾക്ക് ഉപയുക്തമാണ്. അങ്ങനെ നിങ്ങൾ വലയൊരുക്കുന്നു. അതിൽ തന്നെ നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കഴിയുകയും ചെയ്യുക. നിങ്ങളുടെ തടവറ നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ ജീവിതത്തിൻ്റെ സുഖം ആസ്വദിക്കാതെ നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കഴിയുകയല്ലേ. എന്ന് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരെ വലയിലാക്കുകയും ചെയ്യുന്നു. ചതിച്ച് നിങ്ങൾ കുരുക്കിലാക്കുകയല്ലേ. സ്വാതന്ത്ര്യം എന്തെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഒരു പൂവിൽ നിന്നുള്ള നറുമണം ആസ്വദിച്ച് മറ്റൊന്നിലേക്ക് പറക്കുമ്പോഴുള്ള സുഖം നിങ്ങൾക്കറിയാമോ? വൈവിധ്യമാർന്ന പൂക്കൾ, വ്യത്യസ്തങ്ങളായ നിറങ്ങൾ, അവയിൽ നിന്നെല്ലാം കിട്ടുന്ന പൂമ്പൊടി ഹൃദയഹാരിയാണ്. ഞങ്ങൾ ആ പൂമ്പൊടിയെല്ലാം ശേഖരിച്ച് ഞങ്ങളുടെ അറകളിൽ രൂപവ്യത്യാസപ്പെടുത്തി അതെല്ലാം മധുരം കിനിയുന്ന മധുവാക്കി മാറ്റും. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് മധുരം പകരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഹതഭാഗ്യരാണ്. ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യവും മധുരവും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നതും ഇതുകൊണ്ടാണ്. തന്നെയുമല്ല, നിങ്ങൾ വലകെട്ടി മറ്റുള്ളവരെ ചതിയിലാക്കി വീഴിക്കുന്നു. വീടുകളിലെല്ലാം നിങ്ങൾ കയറി നടന്ന് വീടിൻ്റെ കോണിലും മുക്കിലും മൂലയിലും വലകെട്ടി നിങ്ങൾ വീട്ടമ്മമാർക്ക് പൊതുശല്യം. തേനീച്ച ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ഇത് സൂചിപ്പിക്കുന്നത് നമ്മളിലേക്ക് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ടാണ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചില മനുഷ്യരുണ്ട്. അവരുടേതായ ലോകത്ത് അവർ ജീവിക്കുന്നു. അവർ വല കെട്ടി മറ്റുള്ളവരെ കുരുക്കിലാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്.
ആ വല കെട്ടുന്നതിന് വേണ്ടുന്ന പശ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അധ്വാനിക്കുന്നതിനില്ല. അതുപോലെ തന്നെ അലസതമായിട്ട് അവരിങ്ങനെ തെക്ക് വടക്ക് നടക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ വലയിലാക്കാനുള്ള സൂത്രമൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവരുടെ വലയിൽ വീണാൽ വരിഞ്ഞു മുറുക്കാനുള്ള കുതന്ത്രങ്ങളും അവർക്കറിയാം. സ്വാർത്ഥത, അലസത, പരദ്രോഹം, സങ്കുചിത ചിന്ത, ഇതെല്ലാം അവരുടെ കയ്യിലുണ്ട്. എന്നാലും നമ്മുടെ സമൂഹത്തിൽ തേനീച്ചയെ പോലെ കഷ്ടപ്പെടുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മധുരം പകരുന്ന കഠിനാധ്വാനികളായ ചില മനുഷ്യരും നമ്മുടെ ഇടയിൽ. അവരാകട്ടെ നിരന്തരം അധ്വാനിക്കുന്നു. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുന്നു. അവർ നിസ്വാർത്ഥമായി സഹായഹസ്തങ്ങൾ തരികയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊരു മൈൻഡ് ഉണ്ടാകുന്നുണ്ട്. അവർക്കുള്ള ഈ കൈപ്പേറിയ അനുഭവങ്ങൾ അവർ മധുരമാക്കുകയാണ്. അങ്ങനെയാണ് അവർ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് മധുരം നുകർന്നു കൊടുക്കുന്നത്. അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹായഹസ്തം കൊണ്ടും അവർ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള മനുഷ്യർ സമൂഹത്തിൽ വളരെ കുറവാണ്. എന്നാൽ സമൂഹത്തിലുള്ളവരെ സമ്പന്നരാക്കാൻ ഇവരുടെ അധ്വാനം വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതുകൊണ്ട് ഈ കഥ കേൾക്കുന്ന ഓരോ വ്യക്തിയും ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ തേനീച്ചയുടെ കൂട്ടത്തിലാണോ ചിലന്തിയുടെ കൂട്ടത്തിലാണോ? അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒളിക്കൊട്ടപ്പാറയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ ഈ കഥ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചിലന്തിയാണോ എട്ടുകാലിയാണോ എന്ന് ഒരു തീരുമാനമെടുക്കുക. തേനീച്ചയുടെ ഗണത്തിൽപ്പെടുന്നവർ ലൈക്ക് അടിക്കുക, അല്ലാത്തവർ മൈൻഡ് ചെയ്യുക കേട്ടോ. അവരിങ്ങനെ കുറ്റവും കുറവും ഒക്കെ അന്വേഷിക്കുന്നുണ്ടാവും. അപ്പം മധു വരുന്ന മധുവനായി നിങ്ങളുടെ ജീവിതങ്ങളിങ്ങനെ കടന്നു പോകട്ടെ. നിങ്ങളുടെ ദിവസങ്ങൾ കടന്നു പോകും, മണിക്കൂറുകൾ കടന്നു പോകും. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും മറ്റൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട്